Hello goodies, welcome back to Salem Learning. It's me Anvikna. നിങ്ങളെ സ്വന്തം മനോ മിസ് ആണ്. ഓക്കെ, മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്ററും മാത്സിലേക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ട് വരികയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ റേസിംഗ് സെക്കൻഡ്സ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് പഠിക്കുന്നത് ടൈമിനെ കുറിച്ച് തന്നെയാണ് അല്ലേ. സെക്കൻഡ്സ് എന്ന് തന്നെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്ററിലെ പേര് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ക്ലോക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ടൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ബേസിക് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലോക്ക് ആയിട്ട് അല്ലെങ്കിൽ ടൈമുമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് എല്ലാവരുടെ കയ്യിൽ വാച്ച് ഉണ്ടായിരിക്കും. സോ വാച്ചിൽ നിങ്ങൾ എല്ലാവരും സമയം നോക്കാൻ അറിയുന്നവർ കൂടെ ആയിരിക്കും. പക്ഷേ അതിൽ 3 ഹാൻഡ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കാം. 3 സൂചികളുണ്ട് അല്ലേ. ഏതൊക്കെ ഹാൻഡ്സുകളാണുള്ളത്? ഒന്ന് മിനിറ്റ് ഹാൻഡ് ആണ്, പിന്നെ ഒന്ന് ഹവർ ഹാൻഡ് ആണ്, ഏറ്റവും ഏറ്റവും മെലിഞ്ഞിട്ടുള്ള ആളാണ് ആര്? സെക്കൻഡ് ഹാൻഡ് അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ തരാ ക്ലോക്കിൽ നിങ്ങൾക്ക് ഏത് വാച്ചിലായാലും നിങ്ങൾക്ക് നോക്കാം. ഏറ്റവും ചെറിയ ഷോർട്ടായിട്ടുള്ള ആളാണ് ആര്? ഹവർ ഹാൻഡ്. അതിനേക്കാൾ കുറച്ചുകൂടെ വലുപ്പമുള്ളതാണ് മിനിറ്റ് ഹാൻഡ്. ഏറ്റവും ചെറുതായിട്ട് വരുന്ന നൈസായിട്ട് വരുന്ന ആളാണ് ആര്? സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? യെസ്, നമ്മളെ മിനിറ്റ് സൂചി ഇത് ഇതുപോലെ എന്ത് ചെയ്യുക, അങ്ങനെ കറങ്ങി 60 മിനിറ്റ് ആയി കഴിഞ്ഞാൽ, കണ്ടോ, 60 മിനിറ്റ് ആയി കഴിഞ്ഞാലാണ് ഒരു ഹവർ ആയിട്ട് മാറുന്നത്. അതുപോലെ നമ്മൾ ഈ കുഞ്ഞ് സെക്കൻഡ് സൂചിയില്ലേ, അതും 60 തവണ അല്ലെ 60 സെക്കൻഡ് ആയാലാണ് എന്താവുന്നത്? 1 മിനിറ്റ് ആയിട്ട് മാറുന്നത്. സോ ഇത്തരത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യമാണ്. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സാധാരണ ക്ലോക്കിലെ സമയവും അതുപോലെ റെയിൽവേ ടൈമും രണ്ടാണ്. നിങ്ങൾ റെയിൽവേ ടൈം കേട്ടിട്ടുണ്ടോ? സാധാരണ രീതിയിൽ നമ്മൾ രാവിലെ പുലർച്ചെ 12 മണി വിചാരിച്ചു. പുലർച്ചെ 12 മണിക്ക് ശേഷം നിങ്ങൾക്ക് പുലർച്ചെ 1 മണി 2 മണി 3 മണി 4 മണി 5 മണി 6 മണി 7 മണി 8 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 9 മണി 10 മണിയായി, ഉച്ചയ്ക്ക് 12 മണിയായി കേട്ടോ. ഉച്ചയ്ക്ക് 12 മണിയായി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറയും? വീണ്ടും 1 മണി എന്നാണ് നമ്മൾ പറയുക. ഉച്ച 1 മണി എന്ന് പറയും അല്ലേ. പക്ഷെ റെയിൽവേ ടൈം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? യെസ്, ആ 1 മണി നമ്മൾ 13 മണിയായി എന്നാ പറയാം. 13 ആയി. പിന്നീടോ 14, 15, 16 അങ്ങനെയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള PM കേട്ടോ. അപ്പോൾ മോർണിംഗ് ടൈമിൽ നമ്മൾ AM എന്നാണ് സൂചിപ്പിക്കുക. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ആഫ്റ്റർനൂൺ എന്ത് പറയും? PM എന്നാണ് പറയുക അല്ലെ. അപ്പോൾ PM വരുന്ന ഈ 1 മണി 2 മണിയൊക്കെ നമ്മൾ റെയിൽവേ ടൈം അനുസരിച്ച് 13, 14, 15, 16 അങ്ങനെ ആണ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. സോ 24 hours ഉണ്ടെന്ന് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടി പറ്റും. ഓക്കെ ആണേ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് അതാ ഇപ്പൊ കാണുന്ന ഒരു ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളോട് പറയുന്നത് എന്താ? 24 hour ഫോമാറ്റിലേക്ക് മാറ്റണം. റെയിൽവേ ടൈമിന്റെ ഫോമാറ്റിലേക്ക് നമുക്കത് മാറ്റാൻ പറ്റുമോ നോക്കാം. സോ ഫസ്റ്റ് 5:30 AM ആണ്. പുലർച്ചെ 5:30 പറഞ്ഞാൽ സാധാരണ ക്ലോക്കിലെ സമയം ആയാലും റെയിൽവേ ടൈം ആയാലും സെയിം ആണ് അല്ലേ. അപ്പൊ പുലർച്ചെ 5:30 എന്ന് പറഞ്ഞാലും അവിടെ ഇവിടെയും സെയിം ആണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഇത് AM ആണ്. രണ്ടാമത് എന്താണ്? 8:35 hour. 8:35 അവർ പുലർച്ചെ തന്നെയായിരിക്കില്ലേ. അപ്പൊ 8:35 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ? ഓക്കെ, സെയിം ആയിട്ട് നമുക്കിവിടെ 8:35 AM തന്നെയായിരിക്കും. AM സിമ്പിളായി. ഇനി അടുത്തത് 11:55 AM ആണ്. അപ്പൊ അതും കറക്റ്റ് ആയിട്ട് അപ്പുറത്ത് 11:55 തന്നെയാണ് വരിക കേട്ടോ. 11:55 ഹവർ ആയിട്ട് വരും. 2:30 PM. അപ്പൊ മക്കൾ ശ്രദ്ധിക്കണം, ഇവിടെ PM ആണ്. 2:30 നമ്മൾ ഇപ്പുറത്ത് എഴുതിയത് എന്താടാ? 14:30 എന്നാ. അപ്പൊ മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. 2 നേരെ കിടക്കുന്ന നമ്പർ ആരാ? 14 ആണ്. അതുകൊണ്ടാണ് 2:30 നമ്മൾ 14:30 എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെയിൽവേ ടൈം അനുസരിച്ചിട്ട് ഇവിടെ പറയുന്നത്. അടുത്ത സമയം നോക്കിക്കേ, 5:30 PM. 5:30 PM എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ റെയിൽവേ ടൈം ആക്കിയിട്ട് എഴുതാം. 5 നേരെ കാണുന്ന നമ്പർ ആരാ? 17. അപ്പൊ 5:30 എന്ന് പറഞ്ഞാൽ 17:30 എന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സൂചിപ്പിക്കേണ്ടത്. 17:30 ഹവർ. ഇനി അടുത്ത ആൾ നോക്കാം. 9:35 PM. അതൊക്കെ PM തന്നെയാണ് കേട്ടോ. 9:35. അപ്പൊ PM എന്ന് പറയുമ്പോൾ 9:35. 9 നേരുള്ളത് ആരാണ്? 21. അപ്പൊ 9:35 എന്ന് പറഞ്ഞാൽ 21:35 ഈക്വൽ ആണ്. സോ 21:35 hours എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാൻ വേണ്ടി പറ്റും. ഇത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഫില്ല് ചെയ്യാൻ. സോ ഇത് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അതെ ഒരു പ്രോബ്ലം കൂടെ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഇത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ആരുമായിട്ടാണ് മാച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. 6:30 AM താഴെ അല്ലേ, ഇത് ആയിട്ട് ആരുമായിട്ട് മാച്ച് ചെയ്യും എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. സോ ഈ ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ലൈവ് കാണാൻ മറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? ലൈവ് കാണുക. സോ എല്ലാ മക്കൾക്ക് ഈ ഒരു നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും എന്ത് ചെയ്യട്ടെ? ഒരുമിച്ച് പഠിക്കട്ടെ. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.